ചില കാര്യങ്ങളിൽ ചില സ്ത്രീകൾ ഒന്നാമതെത്തും. പാചകത്തിൻ്റെ കാര്യത്തിലും ഒന്നാമതെത്തുന്ന ചില സ്ത്രീ നക്ഷത്രജാതകരുണ്ട്. കൈപുണ്യത്തിൻ്റെ കാര്യത്തിൽ ഈ നക്ഷത്രജാതകരെ വെല്ലാൻ ഒരാൾക്കും കഴിയില്ല. സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹമുള്ളവരാണ് ഈ നക്ഷത്രജാതകർ. ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, സന്തോഷമാണ്. കൈപുണ്യത്തിൻ്റെ കാര്യത്തിൽ എന്നും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഈ സ്ത്രീ നക്ഷത്രജാതകർ തന്നെയായിരിക്കും. ആ നക്ഷത്രജാതകരെ നമുക്ക് അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി ഐശ്വര്യമാണ്, അശ്വതി സമൃദ്ധിയാണ്. സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട് ഈ നക്ഷത്രജാതകർക്ക്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. പാചക നൈപുണ്യത്തിൽ എന്നും ഒന്നാം സ്ഥാനത്ത് രോഹിണി നക്ഷത്രജാതകരും ഉണ്ടാകും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര ഭാഗ്യമാണ്, തിരുവാതിര ഉയർച്ചയാണ്. സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ തിരുവാതിര നക്ഷത്രജാതകർക്ക് സാധ്യമാകും. സാക്ഷാൽ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം തിരുവാതിര നക്ഷത്രജാതകർക്കുണ്ട്. അടുത്ത നക്ഷത്രം മഖമാണ്. പാചകത്തിൽ ഒന്നാം സ്ഥാനം ഈ നക്ഷത്രജാതകർക്കുമുണ്ട്. കൈപുണ്യത്തിൽ എപ്പോഴും ഒന്നാമതെത്തുന്നതും ഇവർ തന്നെയാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിരയ്ക്കും അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടവും കൈപുണ്യത്തിൽ ഒന്നാം സ്ഥാനം തന്നെയാണ്. തൊട്ടടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്രജാതകർക്കും പാചക നൈപുണ്യത്തിൽ ഒന്നാം സ്ഥാനം തന്നെയാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതിക്കും ഭാഗ്യമാണ്, രേവതിക്കും അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹമുണ്ട്. ഈ നക്ഷത്രജാതകർ ഏതു വീട്ടിലുണ്ടോ അവിടെ പട്ടിണി ഉണ്ടാകില്ല, അവിടെ ദാരിദ്ര്യമുണ്ടാകില്ല. സമൃദ്ധിയായിരിക്കും ഫലം, എല്ലാ രീതിയിലുമുള്ള സമൃദ്ധി, ധനധാന്യ സമൃദ്ധി. അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രജാതകരാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.